സദ്യയൊക്കെ നന്നായിട്ടുണ്ട്. നല്ല അവിയലാണ്. കൊള്ളാം, നന്നായിട്ടുണ്ടല്ലേ? എന്റെ പൊന്ന് വർക്കിച്ച അതിന് രണ്ടൊന്നും കിട്ടുകയല്ല കേട്ടോ. ഓ പിന്നെ ഒന്ന് പോടാവേ. ഞങ്ങൾ പുഷ്പം പോലെ രണ്ടിനെ വിറ്റ് കാണിച്ചത്. ഇപ്പൊ നടന്നു തന്നെ. എടാ നീ ഇത് എന്റൊക്കെ പറഞ്ഞിരിക്കട്ടെ. അവിടെ ചെന്ന് ജയകൃഷ്ണനൊക്കെ പറഞ്ഞിട്ട് വെറുതെ നെഗറ്റീവ് എടുപ്പിക്കല്ലേ. എടാ നീ അവരൊക്കെ പൊടിക്കൊന്ന് നടക്കാൻ പറഞ്ഞു. ആ പറയാം. നീ എന്നെ ഓക്കത്തിലോടാ കോതറ ഈ പറയുന്നേ. പുതിയ മാസം തുടങ്ങിയിട്ട് ദിവസം 10-15 കഴിഞ്ഞു. ഇതുവരെ ഇതൊന്ന് മാറ്റിയിടാൻ ഇവിടെ ഒരുത്തിനും സമയം കിട്ടിയില്ല. എന്തൊരു കഷ്ടമാന്ന് പറ. ഒരു 5 മണിക്ക് വന്നോ. അതല്ല അപ്പുറത്ത്. ജയകൃഷ്ണോ, നിന്റെ പാർട്ട്ണർ വരുന്നുണ്ട്. ജേഷോ എടാ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ജേക്കബച്ചൻ്റെ ഭാര്യനെ കുറച്ച് മുമ്പ് വിളിച്ചിരുന്നു. നമ്മളെ രണ്ടുപേരെയും എത്രയും പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത്. ജേക്കബച്ച ഞങ്ങൾ ഈ എഴുതാനുള്ള കാര്യങ്ങളൊക്കെ നീക്കി തുടങ്ങിയായിരുന്നേ. അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെയാ വിളിപ്പിച്ചേ. നമ്മുടെ ആകെയുള്ള നീക്കിരിപ്പ് ആ സ്ഥലവാ. അത് വിൽക്കാൻ തന്നെ തീരുമാനിച്ചത് മോളുടെ കല്യാണം നടത്താനാ. അപ്പൊ ബാക്കിയുള്ള ദിച്ചാന്റെ ട്രീറ്റ്മെന്റിനും മോന്റെ പഠിപ്പിനൊക്കെ ആയിട്ട് മാറ്റി വെക്കാലോ. അവക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട്. പയ്യൻ ദുബൈയിലാ. ദുബായിലോ? അടിപൊളി. എടാ ദുബായിലൊക്കെ ഇപ്പൊ കണ്ടമാന ശമ്പളമല്ലേ. ഇപ്പൊ അവൻ ലീവിന് വന്നിട്ടുണ്ട്. പോകുന്നതിന് മുമ്പേ കല്യാണം നടത്താൻ സമ്മതമാണെന്നാ അവര് പറഞ്ഞിട്ടുള്ളേ. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ, നമ്മുടെ പകുതി സ്ഥലം 1 മാസത്തിനുള്ളിൽ എഴുതിയാലേ ബാക്കി പകുതി എഴുതാൻ നിങ്ങൾക്ക് ആവശ്യത്തിന് ഞാൻ സമയം തരാം. 6 മാസം ഒന്നും നോക്കണ്ട. അല്ല ഈ പകുതി സ്ഥലം എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് വരില്ലേ? അത് വരും. നിങ്ങൾ വിചാരിച്ച എന്നാ ഇത്ര ബുദ്ധിമുട്ട്? നിങ്ങൾ ബിസിനസ്സുകാരല്ലേ? അതെ, നമ്മൾ ബിസിനസ്സുകാരൊക്കെ തന്നെ. എന്നാലും ഇച്ചാനിങ്ങനെ പെട്ടെന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് ഈ ഫണ്ട്സ് ഒക്കെ അല്ല നമ്മളൊന്ന് ആലോചിക്കട്ടെ. ആലോചിച്ചു പറഞ്ഞാൽ മതി. ഇതിപ്പോ പണിയായല്ലോ. ഓ എന്നാ പറയാനാ. അടുക്കളയിൽ ചായ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പത്തിന്റെ കണ്ണിൽ മരുന്നിടണേ. ബുദ്ധിമുട്ടായി അല്ലേ? എന്ത് ബുദ്ധിമുട്ട് അല്ലേ? നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയോണ്ടാ. ഇച്ചായനെ ഈ ഇടയിട്ട് പേടി ഇത്തിരി കൂടുതലാ. കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ അസുഖം കുറച്ച് കൂടിയായിരുന്നു. അതാ മോടെ കല്യാണം നടത്താൻ ഇത്ര തിടുക്കം. ചേച്ചി അതിനൊക്കെ നമുക്കൊരു വഴി ഉണ്ടാക്കാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. നിങ്ങൾ ഇങ്ങനെ വഴി ഉണ്ടാക്കുന്ന പറഞ്ഞു. എടാ അവര് പിന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാ ഞാനെന്ത് പറയാനാ? എന്ന് വെച്ചാൽ എല്ലാം കയറി കഴിക്കാൻ പറ്റും. എടാ ഒന്നും ആലോചിക്കുന്നത് ഞാൻ ഇതൊക്കെ പറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? പകുതി സ്ഥലമാണ് അവർ എഴുതാൻ വേണ്ടി പറഞ്ഞത്. അത് ഏകദേശം ഒരു 27 സെന്റ് വരും. നമ്മളേതായാലും 10 സെന്റ് വെച്ച് മേടിക്കാനല്ലേ ഇങ്ങോട്ട് വന്നത്. അതിലൊരു ലേശം കൂടും, അത്രേ ഉള്ളൂ. ഇപ്പൊ എങ്ങനെയെങ്കിലും ഇത് എഴുതിയാല് പുള്ളി പറഞ്ഞ പോലെ നമുക്ക് ബാക്കിയുള്ളതിന് ആളെ കണ്ടെത്താൻ ആവശ്യത്തിന് സമയം കിട്ടും. അപ്പൊ നമ്മൾ ചോദിക്കുന്ന വില കിട്ടുമ്പോൾ മാത്രം നമ്മൾ കൊടുത്താൽ മതി. ഒരു കണക്കിന് ഇത് നല്ലതില്ല. 1 മാസം കൊണ്ട് ഇത്രയും പൈസ ഉണ്ടാക്കണ്ടേ? എടാ അതിനൊക്കെ വഴി ഉണ്ടാക്കാന്നേ. നീ വാ ഇച്ചേ. അപ്പോ നമ്മുടെ ഇച്ചാനല്ലേ ഇച്ചേ. അപ്പോ നിങ്ങൾ ബാക്കി കാര്യങ്ങളൊക്കെ നയിക്കോ. നമുക്ക് അടുത്ത മാസം തന്നെ എഴുതിക്കാം. ഞങ്ങൾ ഇതിനായിട്ട് വേറെ പൈസ ഒന്നും കരുതി വെച്ചിട്ടില്ല. മനസ്സമ്മതത്തിന് 10 ലക്ഷം രൂപ കൊടുക്കാലോ. മറ്റാവശ്യങ്ങൾക്കും വേണ്ടേ? അതുകൊണ്ട് നിങ്ങളുടെ ഒരു ഉറപ്പ് കിട്ടിയ അവരോട് വാക്ക് പറയാമെന്നാ വിചാരിച്ചിരിക്കുന്നേ. എന്റെ ഇച്ചായ ഉറപ്പല്ലേ? ഉറപ്പ്. അപ്പൊ പിന്നെ ഞങ്ങള് ഫണ്ട്സിന്റെ കാര്യമൊക്കെ നീക്കട്ടെ. ശരി.